നമസ്കാരം. തമിഴ്നാടിനെ ആകെ വിഷമിപ്പിച്ചൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. അതെ, 3 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഒരുപാട് അട്ടഹസിച്ചു. 2 പുരുഷന്മാരും 1 സ്ത്രീയും അടങ്ങുന്ന പോലീസ് സംഘം ഒരുപാട് ചിരിച്ചു ആ വാർത്താസമ്മേളനത്തിലിരുന്ന്. അപ്പോൾ ആളുകൾ ഒരു കാര്യമാണ് ചോദിച്ചത്: നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങളിരുന്ന് ചിരിക്കുമായിരുന്നോ? അതിനവർക്ക് ഉത്തരമില്ലായിരുന്നു. ഈ വിഷയം എത്തിയത് ആരുടെ ചെവിയിലാണെന്നറിയാമോ? മറ്റാരുടെയുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന വിജയുടെ ചെവിയിലേക്ക്. കാര്യം അറിഞ്ഞുടനെ വിജയ് 3 പേർക്കും ഒരു ലെറ്റർ നൽകി. ആ ലെറ്ററിൽ സസ്പെൻഡഡ് എന്നായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരുന്നത്. 3 പേർക്കും ചിരിയുടെ സമ്മാനം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. അതുമായി അവർ തല കുനിച്ച് ഇരിക്കുകയാണിപ്പോൾ. വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണിപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിലാകെ. അഴിമതി ഒരു ദിവസം പോലും വെച്ചു പൊറിപ്പിക്കാൻ തയ്യാറാകുന്നില്ല വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ. TVK തമിഴ്നാട്ടിലാകെ പച്ചപിടിക്കുമ്പോൾ TVK പോലൊരു പാർട്ടിയാണ് കേരളത്തിലും ആവശ്യം. അഴിമതി മുക്ത ഭരണം, ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ നന്മ, ഇതൊക്കെയായിരിക്കണം ഒരു പാർട്ടിയുടെ ലക്ഷ്യം. വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ഇത് തന്നെയാണ്. TVKയിലൂടെ തൻ്റെ നിലപാടുകൾ കാണിക്കുകയാണ് വിജയ്. ഈ സംഭവം വളരെ പെട്ടെന്നാണ് വിജയ് എക്സിക്യൂട്ട് ചെയ്തത്. അതായത് 3 പേരെയും സസ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം. വിജയ്ക്ക് ആരുടെടുത്തും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഇത് തന്നെയല്ലേ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഇത്രയും സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ദൃഢതയുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് വിജയ് പോവുകയാണ്. എവിടെയാണെന്നറിയാമോ? ഡൽഹിക്ക്. ആരെ കാണാൻ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഡൽഹിക്ക് വിജയ് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങളൊക്കെ വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിരത്തും. അത് ഇവർ തമ്മിലുള്ള ഒരു ആദ്യ കൂടിക്കാഴ്ചയായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കാൻ പോകുന്നത്. അത് ഇന്ന് ഡൽഹിയിലാണ് നടക്കുന്നത്. അപ്പോൾ TVK ഒരു തവണ മാത്രം ഇലക്ഷന് ജയിച്ച് ഇത്രയും സീറ്റ് നേടിയൊരു പാർട്ടിയാണെന്ന് തീർച്ചയായും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരിക്കാം. വിജയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ വളരെ വലുതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരു സിനിമാ നടൻ മാത്രമായിരുന്നൊരു വ്യക്തി ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു കുറഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയ്യുന്നത് വളരെ ശുഭകരമായൊരു കാര്യമാണ്. TVK ഇനി കേരളത്തിൽ വരുന്നുണ്ട് എന്നാണ് ഇപ്പോഴുള്ള വാർത്തകൾ. വരുന്നുണ്ട് എന്നല്ല, വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ TVKയ്ക്ക് കുറഞ്ഞതൊരു 5 മുതൽ 10 സീറ്റ് വരെ കിട്ടുമെന്നാണ്. നിങ്ങൾ ഒരു പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ അത് TVK ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. വിജയ് അണ്ണൻ്റെ ഫാൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം വിജയ് ഇനി വരുന്നത് കേരളത്തിലേക്കാണ്, TVK എന്ന പാർട്ടിയുമായി. നമുക്ക് വീണ്ടും കാണാം വിജയുടെ മറ്റൊരു വാർത്തയുമായി. അതുവരേക്കും നമസ്കാരം.